ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സുമി ടേസ്റ്റി കിച്ചൻ. ഇന്ന് അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ ഇഡ്ഡലിയും ദോശയ്ക്കൊക്കെ മാവ് അരച്ച് തയ്യാറാക്കി സോഫ്റ്റാക്കിയുള്ള ഇഡ്ഡലിയും ദോശയും എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനൊരു ബൗൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ആ ബൗളിൽ 1 ഗ്ലാസ് അളവിലെ പച്ചരിയാണ് എടുക്കുന്നത്. ഈ അളവിൻ്റെയാണ് ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. ഇത് ഞാൻ റേഷൻ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഈ പച്ചരി ആ ബൗളിലേക്ക് ഇട്ടു. ഇനി അതേ ഗ്ലാസ്സിൽ തന്നെ പകുതിക്ക് താഴെ നിൽക്കുന്ന അളവിൽ തൊണ്ട് കളഞ്ഞ ഉഴുന്ന്, അതായിരിക്കും കുറച്ചും കൂടെ നല്ല ടേസ്റ്റും പതപതപ്പും കിട്ടുന്നത്. ഉഴുന്ന് ഭാഗത്ത് നിന്ന് താഴ്ന്നു നിൽക്കുന്ന അളവിൽ ഉഴുന്നും ഇതേ പച്ചരിയുടെ ഒപ്പം തന്നെ നമ്മൾ ഒരു ബൗളിൽ ഇടുകയാണ്. പിന്നീട് കുറച്ച് ഉലുവ ഇടണം. ഉലുവ നമ്മൾ ഇടുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ നല്ല ഒരു മണവും പിന്നെ നല്ല പതഞ്ഞൊരു എഫക്റ്റൊക്കെ നമ്മുടെ ഇഡ്ഡലിക്കും ദോശമാവിനും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉഴുന്ന് ചേർക്കുന്നത്. അത് വളരെ നല്ല ഒരു രീതിയാണ്. അപ്പോൾ നമ്മൾ ഉഴുന്ന് ഇട്ട് ഇതിനി നന്നായിട്ട് കഴുകി തെളിഞ്ഞ വെള്ളമാവുന്നവരെ കഴുകിയെടുത്തിട്ട് 6 മുതൽ 8 മണിക്കൂർ വരെ ഇത് കുതിരാൻ വെക്കുക. 6 മുതൽ 8 മണിക്കൂർ. അപ്പോൾ 8 മണിക്കൂറിന് ശേഷം ഞാനൊരു മിക്സിയുടെ ജാറെടുത്ത് ഇത് അടിക്കാൻ പോവുകയാണ്. 1.5 കപ്പ് വെള്ളച്ചോറ് എടുത്തിട്ടുണ്ട്. വെള്ളച്ചോറ് ഇല്ലെങ്കിൽ മറ്റേ ചോറ് എടുക്കുക. അപ്പോൾ പകുതി പച്ചരിയും ഉഴുന്നും എടുത്തു. അതിലേക്ക് 1.5 കപ്പിൻ്റെ പകുതി ചോറും കൂടെ ഇട്ട് നന്നായിട്ട് നമ്മുടെ ഈ വെള്ളം, കുതിർത്ത വെള്ളം തന്നെ വെച്ച് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക. ഒരു കുഴിവുള്ളൊരു പാത്രത്തിൽ ഈ ഒരു കട്ടിക്കാണ് നമ്മൾ അടിച്ചെടുക്കേണ്ടത്. അതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന ഉഴുന്നും പച്ചരിയും ചോറും വീണ്ടും സെക്കൻഡ് ട്രിപ്പ് നമുക്ക് അടിച്ച് ഇതിലോട്ട് ചേർക്കുക. എന്നിട്ട് നമ്മളിതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റും ചേർക്കേണ്ടതില്ല. ഈസ്റ്റോ അല്ലെങ്കിൽ സോഡാപ്പൊടിയോ പുളിമാവോ ഒന്നും വേണ്ട. കൈയിട്ട് പോലും നമ്മൾ ഇതിനെ നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കേണ്ട. നമ്മുടെ കയ്യിലിരിക്കുന്ന തവി ഉപയോഗിച്ച് ഒരു 5 മിനിറ്റോളം ഈ 2 ട്രിപ്പ് അടിച്ച മാവിനെ കൂട്ടി യോജിപ്പിച്ച് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്റ്റെപ്പ്. അപ്പോൾ അതേ നോക്കി, ഈ ഒരു തിക്നെസ്സാണ് നമുക്ക് കിട്ടുന്നത്. കുറച്ചും കൂടെ രാവിലെ ആകുമ്പോൾ നല്ലൊരു തിക്നെസ് കിട്ടും നമുക്ക്. അതുകൊണ്ട് നിങ്ങൾ വെള്ളം കൂടിപ്പോയി എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. ഇനി നന്നായിട്ട് ഇളക്കി ഇത് കൂട്ടി യോജിപ്പിച്ച് നമുക്കിനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഒട്ടും തന്നെ എയറൊന്നും കയറാണ്ട് തന്നെ വെക്കുക. പിന്നെ രാത്രി ഇത്രയും ടൈം ഇരിക്കുമ്പോൾ മാവ് ഒത്തിരി പുളിച്ച് പോകുന്ന ടെൻഷനൊന്നും നിങ്ങൾക്ക് വേണ്ട. ഇനി ഇത് എയർ കയറാണ്ട് നമുക്ക് സേഫായിട്ട് അടച്ചു വെക്കാം. ഞാൻ ഇനി രാവിലെയാണ് ഇത് തുറക്കുന്നത്. ഒട്ടും തന്നെ എയർ കയറാണ്ട് നിങ്ങൾ നോക്കുകയും വേണം. അപ്പോൾ ഇത് രാവിലെയായി ഞാനിത് ജസ്റ്റ് ഒന്ന് കാണിച്ചത്. നല്ല പതഞ്ഞൊരു എഫക്റ്റാണ്. ഇതിലേക്ക് നമുക്ക് ലേശം ഉപ്പും കൂടെ ഇട്ട്, പാകത്തിനുള്ള ഉപ്പ് ഇടണം, ഇട്ട് നന്നായിട്ട് ഇളക്കുക. ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും ഇഞ്ചി കൊത്തിയരിഞ്ഞതും കൂടെ ഇടുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുക. ഞാനിപ്പോൾ ഉപ്പ് മാത്രമേ ഇടുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചിട്ട് ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വയ്ക്കുക. നന്നായിട്ട് ആവി വരുമ്പോൾ ഇഡ്ഡലി തട്ടിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. നന്നായിട്ട് തൂകി നന്നായിട്ട് എല്ലാ സൈഡിലും നന്നായിട്ട് തൂക്കിയിട്ട് നമ്മുടെ ഇഡ്ഡലി മാവ് അതിലോട്ട് ഒഴിക്കുക. ഞാനിപ്പോൾ 2 തട്ട് ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. കാര്യം കുറച്ച് ദോശ കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഇതേ മാവ് ഒഴിച്ചാൽ നമുക്ക് ദോശയും ഉണ്ടാക്കാം. അല്ലാണ്ട് ഇഡ്ഡലിക്ക് സെപ്പറേറ്റ് ദോശയ്ക്ക് സെപ്പറേറ്റ് അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ അതേ ഫ്ലെയിം നന്നായിട്ട് ആവി വന്നു. അപ്പോഴേക്കും നമ്മുടെ ഇഡ്ഡലി തട്ട് അതിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞു. ഇനി ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ ലോ ഫ്ലെയിമിലാക്കി ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ച് നന്നായിട്ട് വേവിക്കാം. ആ ടൈമിൽ നമുക്ക് നല്ല അടിപൊളി കട്ട ചമ്മന്തി തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ആവശ്യത്തിനുള്ള തേങ്ങ, ഒരു 3 ചെറുള്ളി, പിന്നെ 2 പച്ചമുളക്, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2 നുള്ളി ചെറുജീരകം, പാകത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂണോളം തൈര്. ഇത്രയും നന്നായിട്ട് അടിച്ച് നമുക്കൊരു ബൗളിലേക്ക് പാകത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് തയ്യാറാക്കി വെക്കുക. അതിലേക്ക് നമ്മൾ വേറെ ഇനി കുക്കിംഗ് ഒന്നുമില്ല. ചമ്മന്തിയിൽ കടു താളിക്കണു എന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അടിപൊളി ചട്നി തയ്യാറായി. ഒപ്പം തന്നെ നമ്മളെ ഇഡ്ഡലിയും റെഡിയായി. ഇനി നമുക്ക് നല്ല പതപതപ്പുള്ള നല്ല ദോശ ഉണ്ടാക്കാം. നോക്കിയേ എന്ത് സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്. നല്ലൊരു മണമൊക്കെ ആ ദോശ, ഉലുവയുടെയൊക്കെ ഒരു മണവും നല്ലൊരു മണമാണ് നമുക്ക് കയറി വരുന്നത്. നല്ല സോഫ്റ്റുമാണ്. ഹോട്ടലിൽ നിന്ന് മേടിക്കുന്ന അതേപോലത്തെ എഫക്റ്റ്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും നല്ല ഒരു പതപതപ്പുള്ള ദോശയൊക്കെ നമുക്കിവിടെ തയ്യാറായി. അതിനോടൊപ്പം നല്ല കട്ട ചമ്മന്തിയും കടുപ്പത്തിനൊരു ചായ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഇഡ്ഡലി തട്ടിൽ നിന്ന് ഇളക്കുന്ന ടൈമിൽ നന്നായിട്ട് തണുത്തതിന് ശേഷം ഇളക്കുക. നോക്കിയാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. നോക്കി അകമൊക്കെ നന്നായിട്ട് വെന്ത് 10 മിനിറ്റ് ലോ ഫ്ലെയിമിലുള്ള വേവ് മതി. ഒത്തിരി വെന്താലും ഇഡ്ഡലിക്ക് സോഫ്റ്റ്നെസ് നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ പാകത്തിനുള്ള വേവ് മതി. അപ്പോൾ എൻ്റെ ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമല്ലോ. എന്ത് എളുപ്പത്തിനാണ് നമ്മൾ തയ്യാറാക്കിയത്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് വീട്ടിലെ എല്ലാവരുടെയും ഒരു നല്ല അഭിപ്രായം നമുക്ക് കിട്ടും, ഉറപ്പാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്